നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു വീഗൻ മിൽക്കാണ്. ഈ ചാനലിൻ്റെ FB പേജ് അതിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒഴിവാക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ചിട്ട്. അതിൽ ഫസ്റ്റ് പറഞ്ഞിരുന്നത് പാക്കറ്റ് പാലാണ്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് പാക്കറ്റ് പാൽ. അപ്പോൾ അതിന് പകരമായിട്ട് എന്താണ് ഉപയോഗിക്കാൻ പറ്റുക? നമുക്ക് പലതരത്തിലുള്ള പ്ലാൻ ബേസ്ഡ് മിൽക്കുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മുമ്പ് ഞാൻ സോയ മിൽക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഓട്സ് മിൽക്കിൻ്റെ റെസിപ്പിയാണ്. പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുമ്പോൾ അലർജി ഉള്ളവരുണ്ട് ഒരുപാട് പേര്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെയുള്ള പ്ലാൻ ബേസ്ഡ് മിൽക്കുകളോ അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്ട്സോ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊരു 5 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ചെറിയ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാനാണെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം കൊടുത്തു തുടങ്ങുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓട്സ് മിൽക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതിൽ കലോറീസ് വളരെ കുറവാണ്, അതുപോലെ ഫാറ്റും ഷുഗറും കുറവാണ്. അതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്കൊക്കെ നമ്മുടെ പാലിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ് ഓട്സ് മിൽക്ക്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഓട്സ് മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് റോൾഡ് ഓട്സ് ആണ്. ഇതുപോലെ മുഴുവനോടെയുള്ള ഓട്സ്. ഇതിപ്പോൾ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ പോലെയുള്ള ഓൺലൈൻ സൈറ്റുകളിലും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് എടുക്കേണ്ടത് നമുക്ക് ഈ ഓട്സ് മിൽക്ക് ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ പാല് ചിലപ്പോൾ ഇത്തിരി കട്ടി കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള പാലാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കുതിർക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് പാലുണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ച ഓട്സ് ചേർക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വെള്ളം കളഞ്ഞ് ഓട്സ് ഒന്ന് കഴുകി എടുത്തിട്ടും ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓട്സ് എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 3 കപ്പ് വെള്ളം. ഇനിയിപ്പോൾ നല്ല കട്ടിയിൽ വേണം എന്നുള്ളവർക്കാണെങ്കിൽ കുറയ്ക്കാം, 2 കപ്പ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഹണി അല്ലെങ്കിൽ ഡേറ്റ്സ് ഒക്കെ ചേർത്ത് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഫ്ലേവർ ഒന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരു 40 സെക്കൻഡ് അടിച്ചെടുത്താൽ മതി, അധികം അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ഓട്സ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പയിലേക്കോ ചേർത്ത് അരിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കുന്നതിൻ്റെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ നല്ല കട്ടിയിൽ വേണമെങ്കിൽ വെള്ളം അളവ് കുറയ്ക്കാം, അല്ലെങ്കിൽ നല്ല ലൂസായിട്ടാണ് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ എന്തായാലും കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇനി ഇത് ഈ പൾപ്പ് നമുക്ക് വേണമെങ്കിൽ സ്മൂത്തികളിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഗോതമ്പ് പൊടിയുടെ കൂടെ, അല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്ന കേക്കുകളിൽ യൂസ് ചെയ്യാവുന്നതാണ്, കളയേണ്ട ആവശ്യമില്ല. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടിയും ഇതിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 പ്രാവശ്യം കൂടിയും വെള്ളം ചേർത്ത് അരിച്ചെടുത്തു. ഈ പൾപ്പ് മാറ്റാം. അപ്പോൾ നമ്മുടെ ഓട്സ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഓട്സിൻ്റെ ചെറിയ ചെറിയ തരികളൊക്കെ കാണും. അപ്പോൾ നല്ല ഫൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം കൂടി അരിച്ചെടുക്കാം. ചായലരിപ്പയിൽ വെച്ചിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ഫൈനായിട്ട് കിട്ടിക്കോളും. അരിക്കും തോറും അതിൻ്റെ ഫൈബറൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ഇനി അരിക്കുന്നില്ല. ഇനി ഇത് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് വേണ്ടവർക്ക് ഇപ്പോൾ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഇത് ചൂടാക്കുമ്പോൾ ഇത് ഇത്തിരി നല്ല തിക്കായും, നമ്മൾ ഓട്സ് സാധാരണ അങ്ങനെയല്ലേ, നമ്മൾ ചൂടാക്കും തോറും അത് നല്ല കുറുകി വരും. അപ്പോൾ ഇതിങ്ങനെ തന്നെ സ്വീറ്റ്നർ ആഡ് ചെയ്തിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്നർ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കുമ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ വെള്ളം മുകളിലും ഈ ഓട്സിൻ്റെ ബാക്കി പാർട്ടിക്കിൾസൊക്കെ താഴെയും പോയി കിടക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം പാത്രം. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടുള്ള റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഇനിയും ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.